ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ವರಹಮತುಲ್ಲಾಹಿ ವಬರಕಾತುಹು. ಮಗನ ಜೇಬಿನಿಂದ ಹಣ ಕದ್ದ ತಂದೆ. ഇതൊരു ടോപ്പിക്ക് നിങ്ങൾ നോക്കുമ്പോൾ ഇതൊന്നും സംഭവിക്കുന്ന വിഷയമാച്ചല്ലേ ഒരു ചെറിയൊരു സംശയം നിങ്ങളുടെ മനസ്സിൽ വരും. അത് സംഭവിച്ചേ ഇല്ലേ ചെല്ലത് പിന്നെ നിങ്ങൾക്ക് ചർച്ചയാക്കാം. ഒരു ബാപ്പ മോന്റെ കീസയിൽ നിന്നിട്ട് കാസ് എടുക്കുന്നുണ്ടായെങ്കിൽ അതിക്ക് കാരണാറ് ബാപ്പയെ അങ്ങനത്തെ ഒരു മജ്ബൂരിലേക്ക് എത്തിപ്പാത്തിയതാറ് ചെല്ലത് ഒരു ചർച്ചാക്കനായ വിഷയമായിരിക്കും. ഞങ്ങൾക്ക് തോന്നുന്നു ഞങ്ങളെ ബാപ്പന്മാർ അങ്ങ ഞങ്ങളെ ഉജൂതു, അതായത് ഞങ്ങൾ ഉണ്ടാവുമ്പോ ദുനിയാവിൽ ഞങ്ങൾ ഉണ്ടാവുക തുടക്കം നമ്മുടെ വേദത്തിലായിട്ട് ഉണ്ടാവുക അന്ന് മുതൽ ഞങ്ങൾ പ്രസവിച്ചിട്ട് ഞങ്ങളെ ബലിയാക്കത്തോളൂ അങ്ങ ആക്കിയ ചെലവ് കൈ കണക്കിക്കല്ല. എപ്പോ ഒരു ഉമ്മ തന്റെ ബേത്തിൽ ഒരു കിടാവ് ഉണ്ടായിട്ടുണ്ടോ ടെസ്റ്റ് ആക്കുമ്പോൾ ഒന്നായിട്ട് ഇപ്പൊ നമുക്ക് തോന്നുന്നുണ്ടല്ലോ ഇപ്പൊ എല്ലാം ഹോസ്പിറ്റലിൽ ടെസ്റ്റ് ആക്കുന്ന സമയമായിരിക്കും. അപ്പോ അന്ന് നമുക്ക് ഫസ്റ്റ് ടെസ്റ്റിൽ പോലും ബാപ്പ തന്റെ കീസിലെ കാസ് കൊടുത്തു. അങ്ങനെ തുടങ്ങിയിട്ട് ഒലിമ്പത്തിങ്ങളില് എത്രമാ ടെസ്റ്റിങ്ങ എത്രമാ പിന്നെ സ്കാനിങ്ങും ടാബ്ലറ്റും അതും ഇതുമായിട്ട് എല്ലാം ആയിട്ട് പ്രസവിക്കുമ്പോഴും ഹോസ്പിറ്റലിലെ ഫീസ് അങ്ങനെ ഏതായാലും ദുനിയാവിലേക്ക് വരുമ്പോൾ സാധാരണ ബാപ്പറെ കാസ് കാലിയാക്കിട്ടിക്കിടാം തുടങ്ങിയിട്ട് പിന്നെ അവിടെ പ്രസവിച്ച പിന്നെ വലിയായിട്ട് സ്കൂളും ബാക്കിയുള്ള എല്ലാ ചെലവും നാളെ എഡ്യൂക്കേഷനുകായിട്ട് എത്രമാ ചെലവാക്കിയിട്ട് അങ്ങനെ ഏതാവട്ടെ ഞങ്ങളൊരു നാളെ കാലം നിക്കോ തക്ക ഒരവസ്ഥയ്ക്ക് എത്തിയപ്പോഴും അന്ന് മുതൽ ഇന്ന് വരേക്കുള്ളതായ ചെലവരെ മാത്രം ലീസ്റ്റ് ആക്കി പോയെങ്കിൽ അത് തീരെ ഉള്ള കാര്യമല്ല. അത്ര വരെ ലീസ്റ്റ് ആയിട്ട് ഇതെല്ലാം ബാപ്പമാർ ഞങ്ങക്ക് എന്തൊരു പിന്നെ അങ്ങ് നിങ്ങൾ എന്നിട്ട് ഉപകാര വയസ്സാണ്ട് അങ്ങ് മുഫ്തായിട്ട് ഫ്രീ ആയിട്ട് ഞങ്ങൾക്ക് ചെലവാക്കി തന്നാൽ അങ്ങനെ ജീവിതമെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാം ബലിയായിട്ട് ഇപ്പൊ ബാപ്പമാര് ഔത്തുന്നു റിട്ടയർഡ് ജീവിതം ജീവിച്ചിട്ടുള്ള ഇപ്പൊ ഞങ്ങൾ ഔത്തിലെ എല്ലാ വസ്തുവാരും ഞങ്ങൾ ഏറ്റെടുത്തല ചെലവുകളിൽ ഞങ്ങൾ ഇട്ടിട്ടുള്ള ബാപ്പ ഔത്തിൽ ഫ്രീ ആയിട്ടുണ്ട്. സഹജമായിട്ട് ഞങ്ങളൊരു വാദ മക്കളെ ഇന്ന് ബാപ്പവും കാസെന്തി ഞങ്ങൾ ഔത്തു ചെലവിട്ടുണ്ടല്ലേ ഇങ്ങനെ ആയിരിക്കും ഞങ്ങളെല്ലാവരും വാദ. വാസ്തവത്തിൽ ഈ വാദ ഒരു മൂർഖത്തനത്തെ വാദമായിട്ടേക്കും. കാരണം ബാപ്പന്മാർ അങ്ങ് റിട്ടയർഡ് ആയെങ്കിലും അങ്ങ് ഇന്നും ഔത്തിനുള്ള എത്രമാ വർഷ ഒരു കുടുംബത്തെ വസ്തുവായി വഹിച്ചിട്ട് അതേ മുക്കണ്ടത്തെ വഹിച്ചിട്ട് ഒരാണ് പോലെ യഥേച്ഛമായിട്ട് ഒരു കഞ്ചൂസ് ബെഞ്ഞിമക്കവാർ കഞ്ചൂസ് കാട്ടിലല്ലേ ചെലവാക്കിട്ടുന്നതായ ബാപ്പ എന്റെ ഔത്തു വെറും കയ്യിൽ കാലി കീസൽ ഉണ്ടോ മക്ക ബാപ്പവും കാസ് കൊടുക്കില്ലേ? എല്ലാരല്ല പലരും ഈ വിഷയത്തിൽ പല 80% മക്ക എല്ലാവരും ബാപ്പകന്റെ കാസ് ഒരിക്കലും മകനാക്കിയ തീര. അങ്ങനെ ബാപ്പമാർ അങ്ങനെ ആ മാനസികാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കി പോപ്പം പണ്ട് മുതലേ അങ്ങനെ കീസ ജേബ് നിറഞ്ഞിട്ട് ഞങ്ങൾക്ക് വേനായിട്ട് അങ്ങനെ ചെലവാക്കിട്ടിരുന്ന അത് ഇന്നും അറിഞ്ഞിട്ടേക്കും. അങ്ങനെ ബാപ്പമാരെ കീസ കാലിയായോ തീര പൈസ അവർ കാസിലവരോ പുറത്തെ അങ്ങനെ മനസ്സിൽ വന്നു പോത്തിര. ആരെങ്കിലും ഔത്തു വന്നാറ് പെട്ടെന്ന് ബാപ്പ പോയിട്ട് എന്തെങ്കിലും കീസ എടുത്തിട്ട് കൊണ്ടുപോയിട്ട് ധൈര്യത്തിൽ പോയിട്ട് സാമാനം കൊണ്ടുവരവും വേഗം വന്നാൽ അങ്ങ് സഹായാക്കും. പള്ളിയിൽ എന്തെങ്കിലും ഒരു വിശേഷം ബാപ്പ എടുത്തിട്ട് കള്ളത്തിലടക്കാൻ എടുത്തിട്ട് നോട്ട് കൊടുക്കും. എല്ലാത്തും ബാപ്പന്മാർക്ക് ഞങ്ങൾ ഹിമ്മത്ത് കൊടുക്കും. ആ ഹിമ്മത്ത് ഈ കീസ നിറയൽ കൊണ്ടായിരിക്കണം ഉണ്ടാവും. വിരസപ്പെട്ട മുപ്പിനികളെ പലപ്പോഴും ബാപ്പന്മാർ ചെല്ലുവാർ നക്കെന്തിലെ കാസ് കിളവാകും അനാക്കോത്തില്ല. ബാപ്പവും നിങ്ങൾ കൊടുക്കണം നിങ്ങൾക്ക് ഇത്ര ചെലവാകത്ത ചെലവ് വേറെ ബാപ്പു നാ കൊടുക്കണം നാം കൊടുക്കും. അങ്ങനെ ബാപ്പന്മാരെ മനസ്സെ ഞങ്ങൾ സ്വന്തമാക്കും. എപ്പോഴും അങ്ങനെ അങ്ങ് ഒരു കൊരറ്റാവത്തില്ല. അങ്ങ് ആരാരെങ്കിലും നോക്കി വെക്കോത്തില്ല. അങ്ങ് അവർ പള്ളിയിൽ പോയാറ് അവിടെ ആരെങ്കിലും മുസാഫിർ വന്നത് ബാക്കി എല്ലാവരും കാസിട്ടുള്ള ബാപ്പയുടെ കിശൻ എന്തും ഇല്ല. ബാപ്പ അവരെ നോക്കി വല്ല ചെയ്ത് വന്ന് അങ്ങനെ ആവത്തില്ല നല്ല ബാപ്പന്മാർ. അല്ലെങ്കിൽ ബാപ്പ അവരെ പള്ളിയിലൊരു കളക്ഷൻ ആക്കിയുണ്ടു എന്തെങ്കിലും അവർ വിഷയത്തിൽ അപ്പൊ എല്ലാവരും 100, 200, 1000 കൊടുത്തിട്ടുള്ള നല്ല ബാപ്പ മാത്രം താഴാക്കി ദൈവാട്ടി ബാപ്പയുടെ കയ്യിൽ എന്തും ഇല്ല. 300 പള്ളികളെ കൊടുത്തിരുന്നാണ് നൈക്കോയിൽ ഔത്ത് ബാക്കിയായത്. അപ്പൊ അങ്ങനെ ആക്കിരണ്ട ബാപ്പയുടെ മനസ്സെപ്പോഴും ആ പണ്ടത്തെ അതേ ഒരു എന്തേ ആ ഒരു ചെലവാക്കലും അതെല്ലാം ബാപ്പ ഇന്നും വേണം. അതായിട്ട് മക്കൾ എപ്പോഴും ആ വിഷയത്തിൽ ഞങ്ങൾ അത് ചിന്തിച്ചിരിക്കല്ല. പക്ഷെ എപ്പം ബാപ്പന്മാർ ഒരു ആപാദൽ അങ്ങ് വേണം. അതെന്തും ഞങ്ങൾ കൊറടിയാക്കോ തീരാനായിട്ട്. ഉമ്മമാരും അതേപോലെ ഉമ്മ കഴിഞ്ഞ വയസ്സാണ് അങ്ങനാക്കണ്ട. ഉമ്മക്കും എന്റെ കണക്ക് തിങ്ങൾ നിന്ന് കിട്ടുന്നതിന് സംബന്ധത്തിൽ ചെറിയൊരു കാസ് ഉമ്മവും കൊടുക്കും. ഉമ്മയുടെ കയ്യിലും കാസ് വേണം. ഇങ്ങനെ ബാപ്പ ഉമ്മമാരെ ഹയാത്തിലിക്കുമ്പോൾ ചെലവാക്കൽ നല്ല കടമയായിട്ട് എത്ര ആൾമാർ ഖേദിച്ചിട്ടുള്ളത് അങ്ങനെ കീസിൽ കാസ് നിറഞ്ഞിട്ടുണ്ട്. പക്ഷേ
ബാപ്പമാർക്ക് ഇത് കൊടുക്കുമെങ്കിൽ ബാപ്പമാർ ഖബറല്ലായി വരാറുണ്ട്. നോക്കാം ഒരു സംഭവം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു വാളക്കാരൻ വന്ന് ചെല്ല, നബിയെ നിന്റെ ബാപ്പ നിന്റെ മുതലെടുത്ത് വെച്ചോണ്ട്, നിന്റെ മുതൽ ബാപ്പ എടുക്കട്, എന്റെ കാസ് എടുക്കേണ്ട അർത്ഥം അത് കട്ടിലെടുക്കണമായി എടുക്കാൻ പോകത്തില്ല, ഏതായാലും നിന്റെ കാസ് എടുത്തോണ്ട് ബാപ്പ. അപ്പോ പിന്നെ ബാപ്പടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെത്ത് ബാപ്പടെ വിച്ച ഭാഗത്ത് അങ്ങനെ ബാപ്പ ബടി കുത്തിയുണ്ടു, വയസ്സായ ബാപ്പ എനിക്ക് ബടി കുത്തിയുണ്ടു ഹളറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുട്ട. അതിനിടയ്ക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ഇറങ്ങി. എന്ന് വെച്ചിട്ട് നബിയെ ആ ബാപ്പയുടെ അവസ്ഥ ഒന്ന് കേൾക്കണം, ആ ബാപ്പയുടെ സ്റ്റോറി ഒന്ന് നീ കേട്ടോണ്ടോ ഫസ്റ്റ്. ആ ബാപ്പ വന്നപ്പോൾ ബാപ്പപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്ന് നിന്റെ നിങ്ങളെ മോനു ഇങ്ങനെ നിങ്ങളെ സംബന്ധിച്ച് കംപ്ലൈന്റ് ആക്കില്ല എന്ത് വിഷയമാണ്. ആ സമയത്തിൽ ബാപ്പ ചെന്ന് പലക്കം സുബ്ഹാനല്ലാഹ് കേൾക്കുമ്പോൾ കണ്ണീരപ്പോ തന്നി വരും, കണ്ണിൽ തന്നി വരും. അങ്ങനത്തെ വിഷയമായിട്ട് ചെന്നേ ആ ബാപ്പ ചെന്ന് ഓരോ പലക്കത്തെയും ഹദീസ് ഗ്രന്ഥത്തിൽ നിന്ന് കാണുവാൻ സാധ്യതയുണ്ട്. ഇന്നഹു കാന ദഈഫൻ വഅന ഖവിയ്യുൻ. നബിയെ ഒരു കാലഘട്ടത്തിൽ അന്നത്തെ കാലത്തിൽ അവൻ വെറും ദുർബലായിട്ടിരുന്ന, അപ്പൊ ഞാൻ സശക്തായിട്ട് നല്ല ശക്തിവത്തായിട്ട് നയിച്ചോണ്ടിരുന്ന കാന ഫക്കീറൻ. ഒരു കാലത്ത് എന്റെ മോന് എന്തും എനിക്കില്ല, ഫക്കീറായിട്ടിരുന്ന. അപ്പൊ വന ഖനിയൻ, അപ്പൊ നാന് നല്ല കാസിന് അപ്പൊ എല്ലാം ഒരു മുഖം നോക്കാണ്ട് എന്റെ മോനുകായിട്ട് ഞാൻ ചെലവാക്കിയത്. മാലി എന്റെ മോർക്ക് എന്തും ഞാൻ കൊറത്താക്കിയിട്ടില്ല, ചേർത്ത് പിടിച്ച് വലിയാവത്തോളൂ. നന്റെ മോൻ എന്നെനിക്ക് പിൻസത്തില് എന്തും കൊറത്താക്കിയിട്ടില്ല അല്ലെ. പാപ്പമാരിൽ അങ്ങനല്ലേ, പങ്ങാട്ടിൽ പോയിട്ട് മക്കൾ എന്ത് പേരുണ്ടാകുമ്പോ ഇന്നൊരു വിഷയത്തിൽ പാപ്പമാർ ആരും കൊറത്താക്കില്ല. കാസ് ബേനോട് നാലേക്ക് വേറെ ആവശ്യത്തിൽ കാസ് ബേനു ആയെങ്കിലും മോനുകായിട്ട് ഉണ്ടാക്കല്ലേ, മക്കളുകായിട്ട് ബാപ്പമാർക്ക് അഞ്ചു കാട്ടില്ല എന്ന് വെച്ചാ ബാപ്പ അല്യോമ അന ഫക്കീറും നബിയെ ഇന്നത്തെ നാളിൽ ഞാൻ ഫക്കീറായിട്ടിരിக்கிறேன், ലൈഫും ഞാൻ ബലഹീനായിരിക്കും, നയിക്കൂത്തിയില്ല നബി, ഞാൻ മൂന്നിൽ ഒന്നി വീഴേ ഓഗനിയും. ഇപ്പൊ അവരുടെ നേരത്തെ കാശുണ്ടോ നയിച്ചിട്ടുള്ള, പക്ഷേ യബ്ഖലു അലയ്യ ബിമാലിഹി എന്ന് നക്കൊന്നും തന്നില്ല. ഒരു വയസ്സും പോലെ അവൻ തരാണ്ട് അവനു ഉണ്ടാക്കിയിട്ടുള്ള അവൻ ജീവിച്ചിട്ടുള്ള ആണ്ട്. ആ ബാപ്പ അവിടുന്ന് ചെന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ മുൻപൊട്ടു പോയിട്ട് കരഞ്ഞു പോയിട്ട് മോനെ വിളിച്ച് ചെന്ന് അന്ത വമാലുക ലി അബീക, മോനെ അന്ത വമാലുക ലി അബീക, രണ്ട് പാട്ട് ചെന്ന് നീനും നിന്റെ സ്വത്തെല്ലാം നിന്റെ ബാപ്പടതിലാ, നീനും നിന്റെ സ്വത്തെല്ലാം നിന്റെ ബാപ്പടതിലാ ചെന്നിട്ട് അവന്റെ ആട്ടി ഒരുപാട് നടല വിട്ടിട്ട് 10 നിമിഷം ബേജാറായി പോയിട്ട്. അപ്പോ ആ നിലക്ക് ഉമ്മ ബാപ്പമാർ നിങ്ങൾ ഓരോ ഉപ്പ ചെലവാക്കുമ്പോൾ അത് വലിയ കൂലി നമുക്ക് കിട്ടും. അതെല്ലാം കഞ്ചൂസാക്കി പോത്തില്ല, ഏതുപോലെ അങ്ങനെ നമുക്ക് കഞ്ചൂസാക്കിയിട്ടില്ലേ. അപ്പൊ അങ്ങനെ കഞ്ചൂസാക്ക래. അപ്പൊ വിഷയത്തിൽ അതുപോലെ ബാപ്പയുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണേക്ക പിന്നെ 4 മക്കളുള്ളാറ് ഉമ്മ ഉഷാറില്ല, അപ്പൊ ഉഷാറില്ലാണ്ടാവുമ്പോ നീ കൊണ്ടുപോകാം, നീ കൊണ്ടുപോകാം. അപ്പൊ പെഞ്ഞമാര് സ്വന്തം തന്നെ ഉള്ളാറ് കാഞ്ഞ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയില്ലേ, ഇപ്പൊ എവൻ കൊണ്ടുപോട്ടെ, അപ്പൊ നിങ്ങൾ ചെലവാക്കേണ്ട ആറ് ഈ പെഞ്ഞാറ് ഇടയിൽ വന്നോളും. അപ്പൊ ചൊല്ലുന്നു നന്റെയും എന്റെ ബാപ്പയുടെയും നന്റെയും എന്റെ ഉമ്മയുടെ ഇടയിൽ നീ പറണ്ട, നീ അടങ്ങി തെച്ചൊന്നു പെഞ്ഞമാരുടെ ചെല്ലും. നല്ല പെഞ്ഞമാർ ഉള്ളാറ് അതൊക്കെല്ലാം പ്രോത്സാഹിക്കണം ഉള്ളാറ്. അതേ സന്ദർഭത്തിൽ ഇങ്ങനത്തെ ഇടയിൽ വന്നിട്ട് വളക്കവരെ പെണ്ണിങ്ങോ ഞങ്ങൾ ഒരിക്കലും ആസ്പദം കൊടുക്കുക. ഞങ്ങളെയും നല്ല ഉമ്മ ബാപ്പയുടെ ഇടയിൽ ആരും തടസ്സമുണ്ടാവത്തില്ല, തടയുണ്ടാവത്തില്ല. ആ നിലക്ക് ഞങ്ങൾ ഉമ്മാബറിനെ പിടിച്ചെടുക്കും. അതിൽ വലിയ ബർക്കത്ത് നിങ്ങൾക്ക് അള്ളാഹു ചെയ്ത പിൽക്കാലത്തിൽ ഞങ്ങളെയും അതുപോലെ നല്ല മക്ക നോക്കുടിച്ചുള്ളത് ഇതിഹാസമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹയാത്തുള്ള നാളെ ഉമ്മ ബാപ്പമാർക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. നമുക്ക് ധാരാളം ഗുണം ചെയ്യും അള്ളാഹു, നമുക്ക് ബർക്കത്ത് നമുക്ക് തൗഫീഖ് തരട്ടെ. അതുപോലെ മരണപ്പെട്ടുപോയ ഉമ്മ ബാപ്പമാർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും കൊടുക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വിഷയം എല്ലാവരും ഷെയർ